So welcome to the revisionary sessions of cost accounting at your fingertips. So you all know that your university examinations are coming on 25th of November 2020. So for that I am starting a revision classes. So this day I have a question that is actually given from my student. So I am going to solve that particular question. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ അങ്ങ് സോൾവ് ചെയ്ത് തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഐ വിൽ ഗീവ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. ദിസ് ഈസ് ഫ്രം ദ 5th module. From the following information, find out PV ratio, sales, margin of safety. So മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. PV ratio, sales, margin of safety. ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തന്നേക്കുന്നത് we have fixed cost rupees 40,000, profit rupees 20,000 and break even point rupees 80,000. സോ ഇത്ര ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ PV ratio കണ്ടുപിടിക്കണം, സെയിൽസ് കണ്ടുപിടിക്കണം, മാർജിൻ ഓഫ് സേഫ്റ്റിയും കണ്ടുപിടിക്കണം. സോ ഹൗ വി വിൽ ഗോ ഫോർ ദിസ് സൊല്യൂഷൻ? ഓക്കെ, I am using an Excel for solving the same. So moving on to the Excel sheet. So the first thing is നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്കൊന്ന് എടുത്തെഴുതണം. That is, we have given with the fixed cost value, fixed cost, and the amount is around okay, the fixed cost, the value is given as 40,000 rupees. So 40,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ തന്നേക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു rupees 22,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. Then comes next one as break even point or bracket BEP. BEP എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ BEP എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം, ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്, the point at which the profit and cost will be the same. Okay, so break even point is given as rupees 80,000. Okay, so ഇത്ര ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we have to calculate the PV ratio, then we have to calculate the profit, then we have to calculate the sales. ഇത്ര ഇൻഫർമേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. So how we will solve this one? So firstly, I will be using an equation to calculate break even point. നമുക്ക് തന്നിട്ടുണ്ട് break even point എന്നാന്ന്. പക്ഷെ ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്, കാരണം ഇത് വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ എളുപ്പം. So the equation is fixed cost divided by PV ratio. Okay, so this is the equation for calculating the break even point. That is, the equation is fixed cost divided by PV ratio. So ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നോക്കിയേ. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അറിയാം, then we need PV ratio. PV ratio നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യമേ എഴുതാം ബ്രേക്ക് ഈവൻ പോയിന്റ് is equal to what? Is equal to amount is 80,000, right? Break even point is equal to 80,000, and on the other side, so I will be writing break even point is equal to 80,000. Then comes the next item, that is the fixed cost. So what is the fixed cost? Fixed cost നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു 40,000 ആണ്. So we will be writing 40,000. Then we have to calculate the PV ratio, right? അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് is equal to, so നമ്മൾ ഇവിടെ എഴുതുന്നു 80,000 is equal to fixed cost, that is 40,000 divided by PV ratio. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ 80,000 എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്.
40,000 എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പി വി റേഷ്യോ നമുക്ക് അറിയത്തില്ല, സോ വി കീപ് ഇറ്റ് ആസ് പി വി റേഷ്യോ ഇറ്റ് സെൽഫ്. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ പി വി റേഷ്യോ വാട്ട് വി ഹാവ് ടു ഡു സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലെ. പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു 40,000 divided by 80,000. That is equal to 0.5. So PV ratio നമ്മൾ കണ്ടുപിടിച്ചു. The PV ratio വാല്യൂ ആണ് 0.5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ചു എന്നോട് ഓർക്കുക. നമ്മൾ തന്നെ ഇതേ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയാം 40,000 ആണെന്ന്, ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്കറിയാം 80,000 ആണെന്ന്. സോ 40,000 നമ്മൾ 80,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് പി വി റേഷ്യോ കിട്ടി 0.5 എന്നുള്ളത്. സോ അപ് ടു ദാറ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് is equal to profit divided by PV ratio. Okay, profit divided by PV ratio. Profit divided by PV ratio. So that is the equation to calculate the margin of safety. Margin of safety കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പ്രോഫിറ്റിനെ പി വി റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ചില ഡിസ്റ്റർബൻസസ് ഉണ്ട്, കുഞ്ഞുവാവ ഇടയ്ക്ക് വരുന്നതുകൊണ്ടാണ്. സോ പ്ലീസ് ലിസൺ ടു ദ പ്രോബ്ലം, റൈറ്റ്? സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്നുള്ളത്. നമുക്ക് ഇൻഫർമേഷൻ രണ്ടെണ്ണം ഇപ്പൊ അവൈലബിൾ ആ. പ്രോഫിറ്റ് നമുക്കറിയാം, എത്രയാ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 2,000 ആണ്. പി വി റേഷ്യോ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. പി വി റേഷ്യോ എത്രയാ? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു 0.5. Okay, so what is margin of safety? Margin of safety is equal to profit, that is equal to 2,000 divided by PV ratio, that is equal to 0.5. So margin of safety is equal to 4,000. So margin of safety എന്ന് പറയുന്നത് 4,000 ആണ്. നമുക്ക് കിട്ടി. എങ്ങനെയാ കിട്ടിയത്? നമ്മള് പ്രോഫിറ്റിനെ പി വി റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. പ്രോഫിറ്റിന്റെ വാല്യൂ 2,000 ആണ്, പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 0.5 ആണ്. സോ profit divided by PV ratio we have got 4,000. So PV ratio കണ്ടുപിടിച്ചു, margin of safety കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. So we have to calculate the sales. Okay, അപ്പൊ നമ്മള് സെയിൽസ് കണ്ടുപിടിക്കാൻ എന്നാണ് വഴി, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സെയിൽസ് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് സെയിൽസ് into PV ratio minus profit. So I am using this equation to calculate the sales. Okay, so fixed cost is equal to sales into PV ratio minus profit. Clear? ഈ എക്സൽ യൂസ് ചെയ്യുന്ന ചിലടത്ത് ആവശ്യമില്ല, നമ്മൾ ഈക്വൽ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇക്വേഷൻ ആയി മാറും. സോ ഐ എം നോട്ട് യൂസിങ് എനി ഈക്വൽ സൈൻ. സോ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻസ് ഏതൊക്കെയാ? വി ഹാവ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാ? നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട് 40,000. സെയിൽസ് എത്രയാന്ന് നമുക്ക് അറിയത്തില്ല. സോ സെയിൽസിനെ നമ്മൾ എന്നാ പറഞ്ഞു? എക്സ് എന്നിട്ടു. നമ്മൾ സാധാരണ മാത്സിനകത്ത് അറിയാൻ മേലാത്തതിനെ എല്ലാം നമ്മൾ എക്സ് എന്ന് വിളിക്കും. അപ്പോ സെയിൽസ് നമ്മൾ എക്സ് എന്നിട്ടു. പി വി റേഷ്യോ നമുക്ക് അറിയാം. സോ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു എത്രയാ? 0.5, റൈറ്റ്? 0.5 സോ 0.5. പിന്നെ നമുക്ക് പ്രോഫിറ്റ് അറിയാവുന്ന കാര്യമാണ്. പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 2,000 rupees. ഓക്കെ, സോ ഇത്ര ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സെയിൽസ് കണ്ടുപിടിക്കാൻ പോവാം. സോ നമ്മുടെ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാന്ന് നോക്കിക്കേ. ആദ്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്. സോ 40,000. ഓക്കെ, ദെൻ അടുത്ത സൈഡിൽ ഏതൊക്കെയാ വേണ്ടേ? സെയിൽസ് നമുക്ക് അറിയത്തില്ല. സോ വി നെയിംഡ് ഇറ്റ് ആസ് എക്സ് ഇൻറ്റു പി വി റേഷ്യോ 0.5 minus what is profit? Profit is 2,000.
ഇതേ സെയിം സംഭവം തന്നെയാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ തന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ഇരിക്കും. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞേ? 40,000, റൈറ്റ്? ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഇക്വൽ ടു 40,000. Yes, 1 0 is missing. Okay, fixed cost is equal to 40,000 and sales നമുക്ക് അറിയത്തില്ല. സോ സെയിൽസിനെ നമ്മൾ x എന്ന് വിളിച്ചു. PV ratio 0.5 ആണ്. സോ x into 0.5 minus 2,000. സോ നമ്മൾ രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. സോ 40,000 equal to 40,000 plus 2,000. അതായത് മൈനസ് 2,000 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ പ്ലസ് 2,000 ആയി. And 0.5x in the right side. So how to calculate x or sales? X or sales, x അല്ലെങ്കിൽ sales എന്ന് പറയുന്നത് നമ്മളെ സംഭവം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? is equal to 42,000 divided by 0.5. What is the answer? 84,000. So 84,000 എങ്ങനെ കിട്ടിയത്? 42,000നെ 0.5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമുക്ക് കിട്ടിയ സെയിൽസ് ആണ് 84,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് പ്രോഫിറ്റ്, വാട്ട് ഈസ് സെയിൽസ് ആൻഡ് വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. വാട്ട് ഈസ് പ്രോഫിറ്റ്, വാട്ട് ഈസ് സെയിൽസ് ആൻഡ് വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇത് 3 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ആൻസർ ശരിയാണോ എന്നൊന്നുകൂടെ ഉറപ്പ് വരുത്താൻ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇക്വേഷനകത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് സെയിം ഇക്വേഷനകത്ത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. in order to check whether we have done correct. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് അറിയത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എങ്ങനെ എഴുതും? is equal to സെയിൽസ് എത്രയാ? 84,000. 84,000 into PV ratio is equal to 0.5 minus profit is equal to 2,000. What is the answer? What is the answer? Yeah, I need a bracket. Okay. What is the answer? The answer is 40,000. So what is the equation? Sales into PV ratio minus profit. So what are sales? Sales is equal to 84,000 into 0.5 minus 2,000. So we get 40,000. In the question, what was the fixed cost? In the question, നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന 40,000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന്. നമുക്ക് ശരിക്കും 40,000 തന്നെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി, നമ്മൾ ചെയ്തത് ശരിയാണ്. So with that, this is how we will solve this particular question. And thank you, my dear student, for this particular question. Okay, നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തത് താങ്കൾ തന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് അയച്ചു തന്നാൽ ഞാൻ സോൾവ് ചെയ്തതുപോലെ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.